ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കുറേ ദിവസം കൂടി വിചാരിക്കുന്നു എൻ്റെ ഒരു കളക്ഷൻ ഓഫ് ഒരു സംഭവം ഉണ്ട്, അത് കാണിക്കണം എന്നുള്ളത്. ഓക്കെ, ഞാനത് വേറൊരു ട്രെയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാം സീരീസാണ്, CD, DVD, ഓൾമോസ്റ്റ് എല്ലാം DVDs ആണ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടമുള്ള കുറേ സംഭവങ്ങളാണ്. അതിൽ ഏറ്റവും വൺ ഓഫ് ദ ഇഷ്ടം എന്ന് പറയുന്നത് സിനിമയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടിയിട്ടുള്ളതും വീട്ടിൽ നിന്നാവട്ടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നാകട്ടെ ഒക്കെ എനിക്ക് ഒരുപാട് വഴക്ക് കിട്ടിയിട്ടുള്ള സിനിമ കാണുന്നതിനെ കുറിച്ചാണ്. കുഞ്ഞിലേ തൊട്ടായിരുന്നാലും ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് സിനിമ എന്ന് പറയുന്നത്. ഈവൻ എന്നെ കൊച്ചിലെ പോലും ഒരുപാട് എൻ്റെ റിലേറ്റീവ്സ് ആവട്ടെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ടീസ് ചെയ്തിട്ടുണ്ട്. അതായത് അപ്പോൾ ഉള്ള സിനിമകൾ എന്താ ഇറങ്ങാൻ പോകുന്നത്, ഏതൊക്കെ നീ കണ്ടു, അതിലെ ക്യാരക്ടറിൻ്റെ പേരെന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പം ഞാൻ എല്ലാ വാദം ഒരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഉടനെ ഇവർ ചോദിക്കുന്നത് ഇപ്പോൾ പഠിക്കുന്ന ചാപ്റ്ററിൻ്റെ പേരെന്താ, അതിൻ്റെ ഓതർ ആരാ. അപ്പോൾ ഇവരെ വിചാരം ഞാൻ അത് പറയില്ല എന്ന്. പക്ഷെ ഞാൻ അതും പറയാറുണ്ട്. സോ അപ്പോൾ തൊട്ട് ഇപ്പോൾ വരെയൊക്കെ എനിക്ക് ഏറ്റവും ക്രേസ് സിനിമയാണ്. അപ്പോൾ സിനിമ കാണാൻ പോകുന്നതാവട്ടെ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കാണുന്നതാവട്ടെ, ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ വഴക്കിട്ടുള്ളത്. ഒരു ടൈമൊക്കെ എനിക്ക് തോന്നുന്നു കോവിഡ് ടൈമൊക്കെ വന്നിട്ട് ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ട് സിനിമ കണ്ടിട്ടുണ്ട്. ഒരു ദിവസമൊക്കെ 4-5 സിനിമ ഞാൻ 5ഉം അതിൽ കൂടുതൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ സിനിമ അല്ലെങ്കിൽ ഒരു മൂവി അഡിക്റ്റാണ്. സോ അപ്പം ആ ടൈമിലൊക്കെ എനിക്കൊരു പോർട്ടബിൾ TV എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിങ്ങനെ ലാപ്ടോപ്പ് പോലെ ഇരിക്കും. ഞാൻ എൻ്റെ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ എൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്നിട്ട് ലുക്സ് ലൈക്ക് ഒരു ലാപ്ടോപ്പ് പോലെ ഇരിക്കും, ഒരു സ്മോൾ മിനി വേർഷൻ പോലെ ഇരിക്കും. അതിലിങ്ങനെ CD ഇട്ടിട്ട് നമുക്ക് അതിൽ തന്നെ സ്ക്രീൻ ഉണ്ട്, അതിൽ തന്നെ ഇരുന്ന് കാണാം. സോ അങ്ങനെ ആ ടൈമിലാണ് ഞാൻ ഇത്രയും CDs എൻ്റെ സ്വന്തം ലൈക്ക് പോക്കറ്റ് മണി ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്നത് സ്വന്തമായിട്ടുള്ളതൊക്കെ എടുത്ത് ഞാൻ വാങ്ങുന്നത്. അപ്പോൾ ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് ഞാൻ ഒരു വീഡിയോ ഇടണം, അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ നാളെ ഇതെടുത്തിട്ട്. അത് ഫുൾ പൊടിയാണ്, കംപ്ലീറ്റ് പൊടി. എൻ്റെ കയ്യിലൊരു ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് അറിഞ്ഞുകൊടുത്തത് എങ്ങനെ തുടങ്ങണം എന്നുള്ളത്. ഓക്കെ, ഞാൻ ഇങ്ങനൊരു കണ്ടന്റ് ആരും ചെയ്യുന്നതും കണ്ടിട്ടില്ല. അങ്ങനെ മേ ബി ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നാളെ വിജയ് സാറിൻ്റെ നമ്മളെ തലപതി വിജയുടെ മൂവി റിലീസാണ്, ജനനായകൻ. സോ അത് തന്നെ ഫസ്റ്റ് വന്നു. വിജയ് സാറിൻ്റെ മൂവിയാണ്. ഇതിൽ 3 സിനിമ ഉണ്ട്: ശിവകാശി, മധുരൈ, അതുപോലെ സുറ. ഇത് അടുത്ത സിംഗം 2. ആക്ച്വലി ഇതൊക്കെ വന്നിട്ട് ഞാൻ അമ്മയുടെ കൂടെ മാർക്കറ്റിൽ പോകും. അപ്പോൾ അവിടെ ഇപ്പം അങ്ങനെ അത് കാണാറില്ല. ആ ടൈമിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 9th പഠിക്കുന്ന ടൈം, 9th 10th ആ ടൈമൊക്കെ എപ്പോഴും കാണുമായിരുന്നു. 11th +2 ഒക്കെ ടൈമിൽ. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ CD ഒക്കെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വരുമ്പോഴേ അറിയാം ഞാൻ വന്ന ഉടനെ ഒരു 2-3 എണ്ണമൊക്കെ എടുക്കുമായിരിക്കും എന്നുള്ളത്. അപ്പോൾ 2 എണ്ണമൊക്കെ എടുത്തിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു CDക്ക് 30 രൂപ എന്തോ ആയിരുന്നു. അതെ, അപ്പോൾ ഞാൻ 2 എണ്ണമൊക്കെ എടുത്തിട്ട് അതുകൊണ്ട് എനിക്ക് 50 രൂപയ്ക്കൊക്കെ തരും. അപ്പം അറിയാം, ലൈക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന കാശാണ് പോക്കറ്റ് മണി എടുത്ത് വെച്ചിട്ട് വാങ്ങാൻ വരുന്നത്. സിനിമ അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ ഉള്ളത്. സോ അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയും ഇത് എടുത്ത് വെക്കണേ, കൊണ്ടുവരണേ എന്നൊക്കെ പറയും. ദെൻ ഇപ്പം എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലൊക്കെ പോകുന്ന ടൈമിൽ ഈ റെൻറ്റിനൊക്കെ CD എടുക്കുമായിരുന്നു. അപ്പോൾ പോയി എടുത്തിട്ട് അത് റെൻറ്റിന് ഒരു ദിവസം 10 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത് കൊടുത്തിട്ട് പിന്നെ വേറെ എടുത്തിട്ട് അങ്ങനെ ഭയങ്കര സിനിമ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സോ അടുത്തത് രജനി മുരുകൻ. എനിക്ക് ശിവകാർത്തികേയൻ്റെ ഇഷ്ടമാണ്. അടുത്ത ജയം രവിയുടെ എങ്കയും കാതൽ, ഉനക്കും എനക്കും, തില്ലാലങ്കടി. 3 മൂവീസും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് മിക്കതും തമിഴായിരിക്കും ഇതിൻ്റെ അകത്ത്. ഇത് മഹേഷ് ബാബുവിൻ്റെ ഇത് ഡബ്ഡ് മൂവിയാണ്, ഏതെന്ന് ഓർമ്മയില്ല, സമന്തയാന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത വിജയ് സാറിൻ്റെ ഒരു പടം, 3 പടമുണ്ട്: കാവലൻ, വേട്ടൈക്കാരൻ, ഇതെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഏതോ ഒരു പടം. ഇത് തമിഴിൽ എഴുതിയേക്കുന്നതുകൊണ്ട് അറിയത്തില്ല. ഓക്കെ, പിന്നെ ഞാൻ ഹിന്ദി മൂവീസ് ഈ തമിഴിൻ്റെ അത്ര ഹിന്ദി കാണാറില്ല, എന്നാലും കാണും. സോ ഇത് കുഞ്ഞയുടെ വീട്ടിൽ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഫന, കുച്ച് കുച്ച് ഹോത്താ ഹെ, കഭി ഖുഷി കഭി ഗം, ദിൽവാലെ.
ദുഹനി ലേ ജായേങ്കി. സോ യാ. അടുത്ത വന്നിട്ട് ഇത് വേറെ ഏതോ കവറാണ്. അട്ടഹാസം വാലി അജിത് സാറിൻ്റെ മൂവിയാണ്. അല്ല ഡബിൾ റോളാണ്. അടിപൊളി പടമാണ്. മസ്റ്റ് വാച്ച് കാണണം. പിന്നെ അതിൽ തന്നെ ജീവ എന്ന് പറഞ്ഞിട്ടൊരു വിഷ്ണു വിശാൽ സാറിൻ്റെ ഒരു പടമുണ്ട്. ഒരു ക്രിക്കറ്റൊക്കെ ആയിട്ടുള്ള. കാവലായി വേണ്ടാം, അത് ജീവയുടെ. അച്ചമെൻപത് മടമേട, അതെനിക്ക് തോന്നുന്നു ശിംബു സാറിൻ്റെ ആണെന്ന് തോന്നുന്നു. യാ അത്. ആൻഡ് ഇത് ആക്ച്വലി വന്നിട്ട് ഞാൻ എൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഓരോ പേരുകൾ. ഇതെൻ്റെ ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് പ്ലെയിൻ CD-യിൽ ഇത് കോപ്പി ചെയ്തതാണ്. മൂവീസ് കോപ്പി ചെയ്തതാണ്. അടുത്ത ഓക്കേ, നെത്തോലി ഒരു ചെറിയ മീനല്ല. വീര വന്നിട്ട് തെലുങ്കാണ്, രവിതേജ സാറിൻ്റെ. പിന്നെ ഡ്രാക്കുള, മലയാളം ഡ്രാക്കുള. ഓക്കെ, അടുത്തത് ഇത് മിക്കതിലും DVDs 3 മൂവീസ് എൻ്റെ അകത്ത് കാണും. ആ രീതിയിലുള്ളതാണ് മിക്കത് ഞാൻ വാങ്ങുന്നത്. ഓക്കെ, ഇത് 24 ഉണ്ട്, തെറി ഉണ്ട്, ആൻഡ് ഇത് പിസാസ് 2 ജിതൻ 2 എന്തോ ആണ്, ഒരു ഹൊറർ മൂവിയാണ്. ഓക്കെ, അടുത്ത അരമനൈ 2. ആക്ച്വലി ആ ടൈമൊക്കെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഫോണില്ലല്ലോ. എനിക്കായിട്ട് ഫോൺ കിട്ടുന്നത് എനിക്ക് +1 പഠിക്കുമ്പോഴാണ് ഫോൺ കിട്ടുന്നത്. അതും എനിക്ക് ഫസ്റ്റ് മേടിച്ച് തന്ന ഫോണ് സ്മാർട്ട് ഫോൺ തന്നെയാണ്. സ്മാർട്ട് ഫോൺ തന്നെയാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. ബട്ട് ദാറ്റ് വാസ് ഒരു വിൻഡോസ് ഫോണാണ്, മൈക്രോസോഫ്റ്റ് ലൂമിയ, നോക്കിയയുടെ. അപ്പം അതിൽ വന്നിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ഒന്നും സപ്പോർട്ടല്ല, ഒരു ഐഫോണിൻ്റെ വേറൊരു ടൈപ്പ് വിൻഡോസ് ഫോൺ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഈ മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്യാനാവട്ടെ, ഷെയർ ചെയ്ത് മേടിക്കാൻ അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു എൻ്റെ അടുത്ത്. സോ പിന്നെ എനിക്ക് കൂടുതലും ഇപ്പോഴും ആക്ച്വലി എനിക്ക് TV കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് TV തന്നെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ സിസ്റ്ററൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും, എന്തിനാ ഇങ്ങനെ എപ്പോഴും TV കാണുന്നത്, ചേച്ചിക്ക് TVയുടെ ഇഷ്ടം ഇതുവരെ മാറിയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് TV ആൻഡ് അതുപോലെ ഇരുന്ന് സിനിമ കാണുക, എൻ്റെ പാട്ട് കാണുക എന്നൊക്കെ ഉള്ളത്. ഇതേ സാധനം തന്നെ എനിക്ക് യൂട്യൂബിൽ കിട്ടും, യൂട്യൂബ് ഓർ വോട്ടെവർ ഉള്ള ഇതിൽ കിട്ടും. പക്ഷേ ആ ഒരു ഫീല്, ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കുഞ്ഞിലേ ഇഷ്ടമുള്ളതൊക്കെ ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്. അതിലൊരു ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അങ്ങനെ തന്നെ ഇരിക്കാനാണ് എനിക്കിഷ്ടം. ആൻഡ് രാഘവ ലോറൻസിൻ്റെ ശിവലിംഗ, ഇതൊരു ഹൊറർ മൂവിയാണ്. ഞാൻ ഇഷ്ടം പോലെ ഇരുന്ന് ഒരുപാട് മൂവീസ് കണ്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിന് കുറേ പേർക്കൊന്നും മൂവി അങ്ങനെ ഇഷ്ടമില്ല ഉള്ള ആൾക്കാരല്ല. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ മൂവി വല്ലപ്പോഴേ കാണത്തുള്ളൂ, ആണ്ടിനും സംക്രാന്തിക്കൊക്കെ കാണത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഞാനിരുന്ന് എന്ത് പൊട്ടപ്പടം ഇരുന്ന് കാണും. ഇപ്പോഴാണ് അങ്ങനെ കാണാത്ത, ഒരു ടൈമൊക്കെ പൊട്ടപ്പടങ്ങൾ വരെ ഇരുന്ന് കാണും. പക്ഷേ അത്യാവശ്യം പൊട്ടപ്പടമാണെങ്കിൽ ഞാൻ എൻജോയ് ചെയ്യുന്ന മൂവീസും ഉണ്ട്. ഇത് ഒരു ഹൊറർ മൂവിയാണ്, ജാക്സൺ ദുരൈ എന്ന് പറഞ്ഞിട്ട്. കുഴപ്പമില്ല, ഹൊറർ കോമഡി അങ്ങനെ. ഇതൊരു ഹൊററാണ്, ഇമ്രാൻ ഹാഷ്മിയുടെ റാസ് റിബൂട്ട്, നല്ല പടം. ഓക്കെ, അടുത്ത നമ്മുടെ ദിലീപേട്ടൻ, ചന്ദ്രേട്ടൻ എവിടെയാ, ചിറകൊടിഞ്ഞ കിനാവുകൾ ആൻഡ് ഇതിഹാസ. ചന്ദ്രേട്ടൻ എവിടെയാ ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമാണ്. ചിറകൊടിഞ്ഞ കിനാവുകളൊക്കെ ആൻഡ് ഇതിഹാസ വന്നിട്ട്, ഇതിഹാസം കാണാത്തവരുണ്ടെങ്കിൽ കാണാം, നല്ലൊരു മൂവിയാണ്. അതായത് നമുക്ക് റിയാലിറ്റിയിലൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലോജിക് വൈസ് ഒന്നും നോക്കുന്ന ഒരു പടമല്ല. ബട്ട് ഫാൻറ്റസിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും മൂവി. അടുത്ത് അരമന ഫസ്റ്റ്. ഓക്കെ, അടുത്ത് മുരുക പുലിമുരുക. ഓ മൈ ഗോഡ്, ഞാൻ ലാലേട്ടൻ്റെ ബിഗ്ഗസ്റ്റ് ഫാനാണ്. എൻ്റെ ഫ്രണ്ട്സിനും വീട്ടിലുള്ളവർക്കൊക്കെ അറിയാം. ഞാൻ ലാലേട്ടൻ്റെ പേരിൽ അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. സോ പുലിമുരുകൻ ഇറങ്ങുന്ന ടൈം ഐ തിങ്ക് ഞാൻ +1 എന്താണ് തിയേറ്ററിൽ പോയി തന്നെയാണ് കണ്ടത്. ആൻഡ് ഭയങ്കര, അതിപ്പോഴും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഭയങ്കര ഫാക്ടറാണ് പുള്ളിക്കാരനെ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നത്. ആൻഡ് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. ഇത് കലകലപ്പ് 2, അടിപൊളി പടമാണ്. ഭയങ്കര ഫൺ റൈഡ് എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ. ശിവകാർത്തികേൻ്റെ കാക്കിസട്ടை, വിജയുടെ
ഭൈരവ. ഇത് ആക്ച്വലി ഞാൻ ഇതുവരെ ഇത്രയും ലോങ് വീഡിയോ ഇട്ടിട്ടില്ല. ലൈക്ക് ഒരു ഓൾമോസ്റ്റ് എപ്പോഴും 6 minute ഒക്കെ ഉണ്ടാകത്തുള്ളൂ. ഇതെന്തായാലും വലിയ ഡ്യൂറേഷൻ ആയിരിക്കും. ഇത് എന്നിട്ട് 1971 ബിയോണ്ട് ബോർഡേഴ്സ്, ലാലേട്ടൻ്റെ ഒരു മിലിറ്ററി മൂവി. ദെൻ സത്യ, ഹണി ബി 2. ഓക്കെ. അടുത്ത ലോറൻസിനെ ഭയങ്കര എനിക്കിഷ്ടമാണ്. ഭയങ്കര അടിപൊളിയാണ് ആളുടെ. മൊട്ടശിവ കെട്ടശിവ, ഇതൊക്കെ ഭയങ്കര കൊമേഴ്ഷ്യലായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് അങ്ങനത്തെ മൂവീസാണ്. ഓ മൈ ഗോഡ്, മൈ ലാലേട്ടൻ്റെ നരസിംഹം, ദേവാസുരം, രാവണപ്രഭു, ആറാം തമ്പുരാൻ, നരൻ. ഈ ഒരു കോമ്പോ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. ലൈക്ക് എന്ന് വെച്ചാൽ അടിപൊളി മൂവീസ്. ഈ 5 അടിപൊളിയായിട്ടുള്ള പടങ്ങളാണ്. ആ 5 ലൈക്ക് എനിക്കറിയത്തില്ല ഈ സീഡിയൊക്കെ ഞാൻ എത്ര പ്രാവശ്യം കണ്ടെന്നുള്ളത്. ഓക്കെ. ധനുഷിൻ്റെ മാപ്പിളை. ആൻഡ് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. GV പ്രകാശിൻ്റെ ഒരു മൂവിയാണ്, തമിഴ്. ഓക്കെ. അടുത്ത വന്നിട്ട് ഏകലവ്യ. അത് വന്നിട്ട് രാം ചരണിൻ്റെ ഒരു തെലുങ്ക് മൂവി, മലയാളം ഡബ്ഡ്. പിന്നെ ഇയോബിൻ്റെ പുസ്തകം. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്. ഓക്കെ. ഇത് വിജയ് സേതുപതിയുടെ കവൻ. കവൻ. ഓക്കെ. ഇത് വിശാലിൻ്റെ കത്തി സൺഡേ. കത്തി സൺഡേ. ഓക്കെ. എനിക്ക് രാം ചരണിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇപ്പോഴത്തെ ഉള്ള രാം ചരണിനെ കാട്ടിയും ഒരു ബാക്ക് ടു ഹിസ് ഒരു പ്രൈം ടൈമിലുള്ള രാം ചരണിനെ ഭയങ്കര ഇഷ്ടമാണ്. സഞ്ജീർ വന്നിട്ടൊരു ഹിന്ദി മൂവിയാണ് അത്. അതിനെക്കാട്ടി എനിക്ക് പിന്നെ ധീര ആൻഡ് നായക്, ചീറ്റ, ബയ്യ, മൈ ബ്രദർ. ധീരയൊക്കെ എത്ര പ്രാവശ്യം കണ്ടിട്ടുള്ളതെന്നും എനിക്ക് തന്നെ അറിയത്തില്ല. അത്രയ്ക്കും ഇഷ്ടം. നായക്കും അടിപൊളി. ആള് ഡബിൾ റോളാണ്. ഭയങ്കര രസമുണ്ട്. അടുത്ത വിജയ് സാറിൻ്റെ പടം. ഞാനും വിജയുടെ ഭയങ്കര ഫാനാണ്. ലൈക്ക് അജിത് കുമാറിനെ ഇഷ്ടമാണ്, തലയെ ഇഷ്ടമാണ്, തലപതിയെ ഇഷ്ടമാണ്. സോ ഇത് വന്നിട്ട് തുപ്പാക്കി, വേലായുധം, ജില്ല, വേട്ടക്കാരൻ ആൻഡ് ഇത് എനിക്ക് ഓർമ്മയില്ല മൂവി. ജില്ല, വേലായുധമൊക്കെ ഇതിലിട്ട് കുറേ കണ്ടിട്ടുണ്ട്, വേട്ടക്കാരനൊക്കെ. ഓക്കെ. അടുത്ത ഇത് വിക്രമിൻ്റെയും നയൻതാരയുടെയും ഒരു മൂവി, പേര് മറന്നേ. അടുത്ത് വിജയ് സേതുപതി, തമന്ന മാമിൻ്റെ ഒരു മൂവി. പിന്നെ തെറി. ആക്ച്വലി ഞാൻ സത്യം പറയുവാണ്, ഞാൻ ഇപ്പോഴാണ് എത്രയോ വർഷത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഇതെടുക്കുന്നത്. കയ്യിലൊക്കെ പൊടിയാണ്. എനിക്കൊന്നും ഓർമ്മ കിട്ടാത്ത എന്താണെന്നുള്ള. ഓക്കെ. അടുത്തത് കസിൻസ്, ആമയും മുയലും, ഓർമ്മയുണ്ടോ ഈ മുഖം. കസിൻസൊക്കെ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ലൈക്ക് ഭയങ്കര കോമഡിയൊക്കെ ഉള്ള, ലൈക്ക് ഒരുപാട് ഇങ്ങനെ ചിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ മൂവീസൊക്കെ കൂടുതൽ കാണാം. ഓക്കെ. അടുത്ത പാവാട, 8:45 സെക്കൻഡ്, ചാർലി. ഓ മൈ ഗോഡ്. വിക്രമിൻ്റെ ഐ ഇറങ്ങുന്ന ടൈം ഞാൻ 9th or 10th ആണ് പഠിക്കുന്നത്. സോ ഞാനപ്പോൾ കോൺവെൻറ്റ് സ്കൂളായിരുന്നു. അപ്പോൾ എനിക്ക് അപ്ഡേഷനൊന്നും അറിയത്തില്ല. അവിടെ TV ഒന്നും നമുക്ക് അലൗഡ് അല്ല. സോ TV ഉണ്ട്, പക്ഷെ നമുക്ക് അലൗഡ് അല്ല. ആ ടൈമൊക്കെയാണ് ഇത് ഇറങ്ങുന്നത്. അപ്പോൾ ഇത് പിള്ളേർ ലൈക്ക് വീട്ടിൽ നിന്നൊക്കെ പോയിട്ട് വരുന്നവരൊക്കെ വന്നിട്ട് അയ്യോ അതിൽ ഈ പാട്ടിറങ്ങി. ആ ടൈമൊക്കെ വന്നിട്ട് അതിലെ സോങ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വിഷ്വലി ആവട്ടെ എൻ്റെ ക്രിയേഷൻ ലെവലിലാവട്ടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സാണ് ഉള്ളത്. സോ ആ ടൈമൊക്കെ വന്നിട്ട് പിള്ളേർ ഒന്ന് പറയും പാട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഇതിൽ വന്നിട്ട് വിക്രം വന്നിട്ട് ഇങ്ങനത്തെ ഗെറ്റപ്പ് ആയിരുന്നു, ഇതിലൊക്കെ അടിപൊളി ലൊക്കേഷനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കും. ലൈക്ക് ആ ടൈമിൽ ഒരു പ്രാവശ്യം വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ചേട്ടൻ്റെ മൊബൈലിൽ ഞാൻ എനിക്ക് തോന്നുന്നു ഈ പാട്ടാണ്, അതായിരുന്നു ഞാനിങ്ങനെ കണ്ടുവന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് നോക്ക് പാട്ട് നോക്ക്, എന്ത് നല്ല രസം, അവരെ ഡ്രസ്സ് നോക്കുക, അവരെ ലൊക്കേഷൻ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ വെക്കേഷൻ വന്ന ടൈം മൂവി കണ്ടു, എൻ്റെ CD എടുത്ത് കണ്ടു, അങ്ങനെയൊക്കെ. സോ അത് കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വന്നു. ഓക്കെ. അടുത്ത അഞ്ചാൻ, വേലയില്ലാ പട്ടധാരി. ഇതേതോ ഒരു മൂവി, ഇത് ഞാൻ കണ്ടില്ല.
ഓക്കെ ദെൻ ഇത് കുറേ ഉണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്, ദിലീപ് ഏട്ടൻ ടു കൺട്രീസ് ഓ മൈ ഫേവറേറ്റ്. 2 countries 113 അത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. വേട്ടയും നല്ലൊരു മൂവിയാണ്. ഓക്കെ, ഓ മൈ ഗാഡ്. അടുത്ത് ആട് ഫസ്റ്റ് ആട് ആൻഡ് ദി റിപ്പോർട്ടർ അത് ഞാൻ കണ്ടിട്ടില്ല. മിലി. പിന്നെ ചിലതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ വലിയ ഇഷ്ടത്തോടെ ആയിരിക്കില്ല അത് എന്ന് വെച്ചാൽ ഇപ്പം എന്താ പറയുക, എനിക്ക് അതിൽ വേണമെന്നുള്ളത് അതിൽ 1-2 മൂവീസ് ആയിരിക്കും എനിക്ക് കാണണമെന്നുള്ളത്. അപ്പം വേറെ ഒന്നും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ മേടിക്കും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കാണണമല്ലോ. ഓക്കെ, അടുത്ത അജിത് സാറിൻ്റെ എന്നെ അരുന്താൽ. ഓക്കെ അടുത്ത സൺ ഓഫ് സത്യമൂർത്തി അല്ലു അർജുൻ്റെ. പിന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര. ഓക്കെ, ഇത് വന്നിട്ട് ദുൽഖറിൻ്റെ 100 Days of Love. അയ്യോ, ഈ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു നൈസ് ലെവൽ, ഭയങ്കര നല്ലൊരു രസത്തിലായി പടം പോകുന്നത്. പിന്നെ മഹേഷ് ബാബുവിൻ്റെ 1, പിന്നെ സർവാധിപൻ അത് വന്നിട്ട് ജൂനിയർ NTRൻ്റെ. ഇതൊക്കെ ഡബ്ഡ് മൂവീസാണ്. സോ ഒരു വടക്കൻ സെൽഫി, 101 Weddings. ഇതെനിക്ക് ഓർമ്മയുണ്ട്. ഇത് ഞാൻ എടുക്കാൻ പോയ ടൈമിൽ അവിടെ നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടായിരുന്നു പൃഥ്വിരാജിൻ്റെ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു അത് നല്ല പടമാണ്, അത് എടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ്, അത് സാഡ് എൻഡിങ് ആണെന്നല്ലോ കേട്ടേന്ന് പറഞ്ഞാൽ അതെ. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഹാപ്പി ആയിട്ട് ഭയങ്കര ഈ പഴയ മൂവീസിലൊക്കെ ഉണ്ട്, ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ആ ടെയിൽ എൻഡിങ്ങനെ എഴുതി കാണിക്കും. സോ അങ്ങനത്തെ മൂവീസാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ പറഞ്ഞു ഇത് ഹാപ്പിയാണ്, ക്ലൈമാക്സ് നല്ല ഹാപ്പി ആവും എന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനെ മേടിച്ചത് നല്ല കോമഡി മൂവി. ഗജപോക്കിരി അല്ലു അർജുൻ്റെ. ഓക്കെ, ഇതൊക്കെ അത്യാവശ്യം കൂടിയിട്ടുള്ള, മറ്റേതുപോലെയല്ല, നല്ല കുറച്ചും കൂടെ കൂടിയിട്ടുള്ള സീരീസാണ്. അടുത്ത ഇഡിയറ്റ്സ്, ആസിഫ് അലിയുടെ. ഓക്കെ, വെൽക്കം ടു സെൻട്രൽ ജയിൽ. ഓ മൈ ഗോഡ്, സിരുത്തെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ മൂവി എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി റീമേക്ക് മൂവിയാണ്. ബട്ട് വാട്ട് എവർ, എല്ലാ റീമേക്സ് അല്ല ഒറിജിനലിൻ്റെയും കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ റീമേക്കാണ്. ഭയങ്കര അടിപൊളി പടം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ് ആൻഡ് നല്ല സ്റ്റോറി ഉണ്ട്, ഭയങ്കര രസം. ഇത് സന്താനത്തിൻ്റെ ഒരു കോമഡി കം ഹൊറർ, ദില്ലുക്ക് ദുട്ടെന്ന് പറഞ്ഞിട്ടൊരു മൂവി. ആൻഡ് തിളക്കം. ഇതൊക്കെ കുഞ്ഞേരെ അവിടെ അവർക്ക് ഒരുപാട് CD കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിരുന്നിട്ടൊക്കെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ ഫസ്റ്റൊക്കെ DVD കാണുന്നത്. അവിടെ നിന്നുള്ള ദിലീപ് ഏട്ടൻ്റെ ഈ പറക്കും തളിക, ഇതൊക്കെ എത്ര പ്രാവശ്യം കണ്ടെന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഈ ഓൾമോസ്റ്റ് ദിലീപ് ഏട്ടൻ്റെയും ലാലേട്ടൻ്റെ ഒക്കെ പടമാണ് ഞാൻ നമ്പർ ഓഫ് ടൈംസ് കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ വീട്ടിലിടുമ്പോൾ തന്നെ പറയും ഇത് എത്രാമത്തെ വാരം ഓടുന്നേ, ഇത് എത്ര നാളായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കളിയാക്കും. സോ അമ്മാതിരി നമ്പേഴ്സ് ഓഫ് എണ്ണത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അടുത്ത് വന്നിട്ട് അതിൽ 3 മൂവീസ് ഉണ്ട്. കല്യാണരാമൻ, താളവട്ടം, കൊട്ടാരം വീട്ടിൽ അപ്പുക്കുട്ടൻ. ഇതൊക്കെ പിന്നെ പറയണ്ടല്ലോ, കുറേ പ്രാവശ്യം കല്യാണരാമൻ ഒന്നും പറയേണ്ടില്ല, അത്രയ്ക്ക് കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കല്യാണരാമൻ ആൻഡ് താളവട്ടമൊക്കെ ഒരുപാട് കാണാമെന്ന് വെച്ചാൽ ലൈക്ക് നമുക്കറിയാം എൻ്റെ സാഡാണ് എൻ്റെ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത്. കൊട്ടാരം വീട്ടിൽ അപ്പുക്കുട്ടനും അടിപൊളി മൂവിയാണ്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് വൈശാലി. ഇത് ആക്ച്വലി എനിക്ക് പത്മരാജൻ സാറിൻ്റെ ഞാൻ വലിയ ഫാനാണ്, ഡയറക്ടർ പത്മരാജൻ സാർ. സോ സോറി, ഡയറക്ടർ പത്മരാജൻ സാറിൻ്റെ അല്ല ഈ മൂവി, ഭരതൻ സാറിൻ്റെ മൂവിയാണ്. ഓക്കെ, പത്മരാജൻ സാർ ഞാൻ പെട്ടെന്ന് സുവർണ മാമിനെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഗന്ധർവനായിരുന്നു. ഓക്കെ, ഞാൻ അതങ്ങനെ പറഞ്ഞു. ഭരതൻ സാറിൻ്റെ മൂവിയാണ്. അപ്പം ഭരതൻ സാറിൻ്റെ മൂവി എന്ന് പറഞ്ഞാൽ അറിയാം, ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ള മൂവീസാണ് ആൾക്കുള്ളത്. അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അടിപൊളി മൂവിയാണ്, അതിൻ്റെ പ്ലോട്ട് പോകുന്നത് ഭയങ്കര രസമാണ്. എല്ലാവരും കണ്ടിട്ടുള്ള പടമായിരിക്കും. ഒരു പെൺകുട്ടിയെ കാണാതെ ജീവിക്കുന്ന ഒരു ആൺകുട്ടി, അങ്ങനെ അവിടുത്തെ പ്ലോട്ട് അങ്ങനെ പോകുന്ന അടിപൊളി പടമാണ്. അങ്ങനെ ഇത് കാണുന്നത്.
ആൻഡ് യാ, ഞാൻ ജയൻ സാറിൻ്റെ വലിയ ഫാനാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാവരുടെയും ഫാനാണ്, അല്ലാതെ മിക്ക ആൾക്കാരെയും എനിക്കിഷ്ടമാണ്. അപ്പോൾ ജയൻ സാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വീട്ടിലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ചേട്ടനാവട്ടെ അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമാണ്. അപ്പം ജയൻ സാറിൻ്റെ മൂവീസൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. അതിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവിയാണിത്, അങ്ങാടി. ഇത് വന്നിട്ട് അല്ലു അർജുൻ്റെ ബണ്ണി. ഈ ബണ്ണി ഭയങ്കര രസമുള്ള മൂവിയാണ്. ഞാൻ വിചാരിച്ച എപ്പോഴും എന്താണ് നമ്മളെപ്പോഴും ഒരേ ടൈപ്പ് കണ്ടുവരുന്ന അല്ലു അർജുൻ്റെ ലവ് കൈൻഡ് ഓഫ് മൂവി എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഭയങ്കര സ്റ്റോറിയാണ്. ഒട്ടും പ്രതീക്ഷിക്കത്തില്ല ഇതിൽ ഇത്രയും സ്റ്റോറി ഉണ്ടെന്നുള്ളത്. അടിപൊളി പടമാണ്. അടിപൊളി എന്ന് വെച്ചാൽ എനിക്ക് അല്ലു അർജുൻ്റെ ടോപ്പ് മോസ്റ്റ് ഇഷ്ടപ്പെട്ട മൂവീസിൽ വൺ ഓഫ് ദ മൂവിയാണ്. അടുത്ത കമൽ സാറിൻ്റെ പുന്നഗൈ മന്നൻ. പുന്നഗൈ മന്നൻ ഇതൊക്കെ എനിക്ക് കുറച്ച് പഴയ മൂവീസൊക്കെ അച്ഛൻ മേടിച്ചിട്ട് വന്നിട്ടുള്ളതൊക്കെയാണ്. പുന്നഗൈ മന്നനൊക്കെ അടിപൊളി ലവ് സ്റ്റോറിയാണ്. ഭയങ്കര അതും നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. എൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഒട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യത്തില്ല. അങ്ങനത്തെ ഒരു മൂവിയാണ്. ഓ മൈ ഗോഡ്, മൈ ബോസ് ദിലീപ് ഏട്ടൻ. ദിലീപ് ഏട്ടൻ എന്ന് പറഞ്ഞ ആള് എന്താണ്, നമ്മുടെ റിപ്പീറ്റ് വാല്യൂവിൻ്റെ കിങ് ആണ്. സോ മൈ ബോസ് ഒക്കെ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയില്ല എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്നുള്ളത്. ഓ മൈ ഗാഡ്, ഓം ശാന്തി ഓശാന. ഇതിലൊക്കെ നസ്രിയ ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് ഇതൊരു ജയരാജ് സാറിൻ്റെ മൂവിയാണ്, വീരം. ഒരു ഹിസ്റ്റോറിക്കൽ കൈൻഡ് ഓഫ് സബ്ജക്റ്റ്. ഓ മൈ ഗോഡ്, ശിവകാശി ജയ്സർ. ഷാജഹാൻ. എനിക്കൊന്നും ഇത് ഷാജഹാനൊക്കെ ചേട്ടൻ മേടിച്ചതെന്നാണ് തോന്നുന്നത്. എനിക്ക് ഓർമ്മയില്ല. ദിൽവാലെ, ഷാറുഖ് ഖാൻ്റെ. ഓക്കേ, ഇത് വന്നിട്ട് ഇത് ആക്ച്വലി VCD ആണ്. 2 CD ഉണ്ട്. ഇതും ജയൻ സാറിൻ്റെ പുതിയ വെളിച്ചം എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ്. ഇത് അടിപൊളി മൂവിയാണ്. എനിക്ക് പുള്ളിയുടെ ഫാൻ ആയത് എനിക്ക് തോന്നുന്നു ഈ മൂവി ആയിരിക്കും. ഇതിൻ്റെ അകത്ത് ആളൊരു കള്ളനാണ്. എന്നിട്ട് ഇതിൽ ജയഭാരതി മാം ഉണ്ട്, അതുപോലെ ശ്രീവിദ്യ അമ്മ, അങ്ങനെ ഉണ്ട്. നല്ല മൂവി. ഓക്കെ, അടുത്ത വന്നിട്ട് ഇതൊക്കെ ഓൾമോസ്റ്റ് ചീത്ത. എനിക്ക് തോന്നുന്നു ഇതിൽ മിക്കതും ഇപ്പോൾ വർക്കാവത്തില്ലായിരിക്കും, കാരണം ഞാൻ അങ്ങനെ എടുക്കാറില്ല. കവി ഉദ്ദേശിച്ചത് യോദ്ധാവ്. ഇത് വന്നിട്ട് അല്ലു അർജുൻ്റെ ഒരു ഡബ്ഡ് മൂവിയാണ്. ദെൻ ക്രയോൺസ്. ഇത് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. ഓ മൈ ഗോഡ്. ഓക്കെ, ഇത് വന്നിട്ട് ശിവാജി, രജനീകാന്ത് സാറിൻ്റെ ശിവാജി ഒക്കെ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ? എന്ന് വെച്ചാൽ ഈ ഫുൾ മൂവി ഇരുന്ന് കണ്ടില്ലെങ്കിലും ഇവരുടെ പോർഷൻസ്, ഇവരുടെ ശ്രേയയും രജനീകാന്തിൻ്റെ ഒക്കെ കുറേ പോർഷൻസൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ആ കോമഡി സോങ്സ് ഒക്കെ ഇരുന്ന് അങ്ങനെ കണ്ടിട്ടുണ്ട്. സോ ഛത്രപതിയോ അങ്ങനെ എന്തോ ഒരു മൂവിയുടെ പേര് ഞാൻ മറന്നു. ഗൗതം കാർത്തിക്കിൻ്റെ. ഓ കുറേ ഉണ്ട്, എനിക്ക് തന്നെ അറിയത്തില്ല ഇത് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അതിൽ പിന്നെ ഇതിൻ്റെ ബാക്കിൽ വാർ ആൻഡ് ലവ് ദിലീപ് ഏട്ടൻ്റെ ഉണ്ടായിരുന്നു. ദെൻ ഓക്കെ, ഇതിൽ ബാഹുബലി, സൈസ് 0, വില്ലൻ, ആടുപുലിയാട്ടം. ഇതൊക്കെ പ്ലെയിൻ CD-യിൽ ഞാൻ കോപ്പി ചെയ്തെടുത്തതാണ്. ഇത് സെൽവാനന്ദം എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത്, എനിക്ക് ഓർമ്മയില്ല. മഹേഷ് ബാബു, ശ്രുതി ഹാസൻ, അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, കാരണം എനിക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടേ. അടുത്ത ഞാൻ എഴുതിയിട്ടുണ്ട് ദിലീപ് ഹിറ്റ്സ്. നോക്കട്ടെ ഏതൊക്കെയാണ്. അപ്പോൾ അതിലേതൊക്കെയോ ഉണ്ട്, അതിൽ പേര് എഴുതിയിട്ടില്ല. ഇപ്പുറത്തെ ഇതിൽ ആംഗ്രി ബേബീസ്, ബാംഗ്ലൂർ ഡേയ്സ്, ലക്കി വന്നിട്ട് അല്ലു അർജുൻ്റെ മൂവി. ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ കുറേ കണ്ടിട്ടുണ്ട്. ഓക്കെ, 2020 എവിടെ 2020 വെറുതെ ഒരു ഭാര്യ, തിരക്കഥ. അടുത്ത ഇപ്പുറത്തെ നൻപൻ. ഓ മൈ ഗോഡ്. ബാംഗ്ലൂർ ഡേയ്സിൻ്റെ തമിഴ്, ബാംഗ്ലൂർ നാട്കൾ. ഓക്കെ,
ഇതെനിക്ക് ഓർമ്മയില്ല. ഇതെനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ ആ പോർട്ടബിൾ മിനി ടി വി അത് മേടിച്ചപ്പോഴത്തേക്ക് എൻ്റെ അത് കിട്ടിയതെന്ന് തോന്നുന്നു. ആക്ച്വലി ഇതെന്തോ ഒരു ഗെയിമും ഇത് എന്തോ എനിക്കറിയില്ല. ഓക്കെ, അടുത്ത് രുദ്രമ്മ ദേവി. എനിക്ക് അനുഷ്ക ഷെട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്, അയാൾ അടിപൊളിയാണ്. അടുത്ത ഇത് കതിർവേലൻ കാതൽ, ഉദയനിധി സ്റ്റാലിൻ്റെ. അടുത്ത മാട്രാൻ, സൂര്യയുടെ. ഓക്കെ, അടുത്ത ഇപ്പുറത്ത് രൗദ്രം കോ അവൻ ഇവൻ. ഓക്കെ, ഇതിൽ മൈന തമിഴ്, ആമ്പിളെ തമിഴ് വിശാലിൻ്റെ. ഓഫ്, വേട്ടക്കാരനൊക്കെ ഇത് എനിക്ക് തോന്നുന്നു 3ാമത്തെ പ്രാവശ്യം എൻ്റെ കിട്ടുന്നത്, വേട്ടക്കാരൻ. ഓക്കെ, സിഗരം തൊട്, വിക്രം പ്രഭുവിൻ്റെ. ഇതിൽ മിക്കതും തമിഴാണ്. ഇത് കുറേ പ്ലെയിൻ സീഡിയാണ്, പിന്നെയും കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചതാണ്. പിന്നെ എൻ്റെ അകത്തൊന്നും ചെയ്തിട്ടില്ല, കുറേ എണ്ണമുണ്ട്. ഓ മൈ ഗോഡ്, ഞാൻ തന്നെ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും ഉണ്ടായിരുന്നു. ആക്ച്വലി ഇന്നാൾ ഞാൻ എന്തോ ഒരു ന്യൂസിൽ കണ്ടായിരുന്നു, ഒരു അങ്കിള് ഇപ്പം തന്നെ എത്രയോ 2 ലക്ഷം സംതിങ് എന്തോ ഇതുപോലെ CD കളക്ഷൻസ് ഉണ്ട് ആളുടെ ഷോപ്പിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അപ്പം ഇത്രയായിരുന്നു നമുക്കുണ്ടായിരുന്ന CD കളക്ഷൻസ്. നമുക്കെന്നല്ല, എനിക്കുണ്ടായിരുന്ന CD കളക്ഷൻസ്. സോ ഭയങ്കര, ഞാൻ ഒരുപാട് എന്താ പറയുക, എൻ്റെ സ്കൂൾ ടൈമിലോട്ടും അങ്ങനെ പറയാൻ ഞാൻ അത്ര പഴയ ആളൊന്നുമല്ല, എന്നാലും കുറേ ഞാൻ മെമ്മറീസൊക്കെ ഓർത്തു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അമ്മയുടെ കൂടെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മാർക്കറ്റിലൊക്കെ പോവും ഒരുമിച്ച് അങ്ങനെ. അപ്പം ഇത്രയും എൻ്റെ അടുത്ത് മിക്കവരും ചോദിക്കും നിനക്ക് എന്തുകൊണ്ട് ഇത്ര സിനിമ ഇഷ്ടമെന്ന്. എനിക്കേ അറിയില്ല എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര സിനിമ ഇഷ്ടം എന്നുള്ളത്. ആൻഡ് എൻ്റെ അച്ഛൻ അത്യാവശ്യം സിനിമ കാണുന്ന ആളായിരുന്നു, ഇറങ്ങുന്ന മൂവീസൊക്കെ അന്ന് തന്നെ പോയി തിയേറ്ററിൽ പോയി കാണുന്ന ആളാണ്. സോ മേ ബി അതായിരിക്കാം ഇത്രയ്ക്കും മൂവിയുടെ അടുത്ത് ക്രേസ് ഉണ്ടായത്. സോ അപ്പം ഇത്രയൊക്കെയാണ്. ആക്ച്വലി മേ ബി കാണും, എവിടെയെങ്കിലും കാണുമായിരിക്കും. ഇത്രയാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള മൂവീസ്. സോ അത് നിങ്ങളുടെ ഷെയർ ചെയ്തു. ഭയങ്കര ഹാപ്പി. ആൻഡ് ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പം മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇരുന്ന് TV-യിൽ ഇരുന്ന് കാണുന്നതാവട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ CD ഇട്ട് കാണുന്നതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പം. പിന്നെ എന്നിട്ട് എന്താണ്, നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കാണാം, അല്ലെങ്കിൽ പെൻ ഡ്രൈവിലെടുത്ത് കാണാം. അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ മേ ബി നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ആ ഒരു ടൈമിൽ കണ്ടതുകൊണ്ടായിരിക്കാം. സോ അങ്ങനെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇതിലേതെങ്കിലും മൂവീസൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നതൊക്കെ ഉണ്ടാവാം, കാണുക. ആൻഡ് ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 1/2 an hour ആവുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് 1/2 an hourൻ്റെ അടുത്തൊക്കെ വന്നിട്ട് വീഡിയോ ചെയ്യുന്നത്. സോ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.